എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്ത്യ ഭൂമിശാസ്ത്രം പ്രകാരമുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. SCRT ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാമിൽ വരുന്ന പോൾ ക്വസ്റ്റ്യൻസ് അതുപോലെ യൂട്യൂബിൽ വീഡിയോ ആക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണിച്ചതുപോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പോളുകൾ അതിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ലോഹധാതുക്കളിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. പിന്നെ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളുണ്ട്, അതിൽ ഉൾപ്പെടാത്തതാണ്. അതായത് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതു തിരഞ്ഞെടുക്കാനാണ്, അത് വളച്ച് തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ലോഹധാതുക്കളിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. സ്വർണം, വെള്ളി, മാംഗനീസ്, ചെമ്പ്, ബോക്സൈറ്റ്. ഏതാണ് ഇതിൽ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ലോഹധാതുക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തര ഓപ്ഷൻ ബി ആണ്, മാംഗനീസ് ആണ്. മാംഗനീസിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്. സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് ഇവയിലൊന്നും ഇരുമ്പിൻ്റെ അംശം ഇല്ല. അപ്പോൾ ഏതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ്, മാംഗനീസ് ആണ്. മാംഗനീസിലാണെന്ത് ഇരുമ്പിൻ്റെ അംശം ഉള്ളത്, മറ്റതിലൊന്നും ഇരുമ്പിൻ്റെ അംശം ഇല്ല. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. ഇരുമ്പിൻ്റെ അംശമുള്ള ധാതു ഇരുമ്പയിര്, ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതു ബോക്സൈറ്റ്, ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതു മാംഗനീസ്, ധാതു ഇന്ധനം കൽക്കരി. അപ്പോൾ ഇതിലേതാണ് ശരിയല്ലാത്ത ജോഡി? ഇരുമ്പിൻ്റെ അംശമുള്ള ധാതു ഏതാണ്? ഇരുമ്പയിര്, ശരിയാണ്. ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതു ബോക്സൈറ്റ്, അതെന്താണ്? അത് തെറ്റാണ്. ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുവാണെന്ത്? ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതു മാംഗനീസ്, ശരിയാണ്. ധാതു ഇന്ധനം കൽക്കരി, അതും ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്? ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതു ബോക്സൈറ്റ് എന്ന ഓപ്ഷൻ ബി ആണ് തെറ്റ്. ബോക്സൈറ്റ് എന്താണ്? ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുവാണ്. അടുത്തത് നോക്കാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരു നിക്ഷേപങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരു നിക്ഷേപങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. മാഗ്നൈറ്റ്, ഹേമറ്റൈറ്റ്, അബ്രം, ലിമോണൈറ്റ്, സീഡറ്റൈറ്റ്. അപ്പോൾ ഇതിലേതാണ് ഇരുമ്പയിരു നിക്ഷേപങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരു നിക്ഷേപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മാഗ്നൈറ്റ് എന്താണ്? ഇരുമ്പയിരു നിക്ഷേപമാണ്. ഹേമറ്റൈറ്റ് എന്താണ്? ഇരുമ്പയിരു നിക്ഷേപമാണ്. അബ്രമാണ് എന്ത് പെടാത്തത്? അബ്രം എന്താണ്? അതൊരു ഇരുമ്പയിരു നിക്ഷേപമല്ല. അബ്രം എന്താണ്? മറ്റു ധാതുക്കളാണ്. മറ്റു ലോഹധാതുവാണ് എന്ത്? അബ്രം എന്ന് പറയുന്നത്. ലിമോണൈറ്റ് എന്താണ്? ഇരുമ്പയിരു നിക്ഷേപമാണ്. സീഡറൈറ്റും എന്താണ്? ഇരുമ്പയിരു നിക്ഷേപമാണ്. അപ്പോൾ അതിൽ പെടാത്തത് ഓപ്ഷൻ സി, അബ്രമാണ്. അപ്പോൾ മാഗ്നൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സീഡറൈറ്റ് എന്നിവ എന്താണ്? ഇരുമ്പയിരു നിക്ഷേപമാണ്. അബ്രം എന്താണ്? മറ്റു ലോഹധാതുവാണ്. ലോകത്തിലെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 20%. അപ്പോൾ ലോകത്തിൻ്റെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% എവിടെയാണ്? ഇന്ത്യയിലാണ്. എത്രയാണ്? 20%. ഓപ്ഷൻ സി ആണ് ഉത്തരം, 20%. അടുത്ത ചോദ്യം നോക്കാം. ഇരുമ്പയിരു കയറ്റുമതിയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ ഇരുമ്പയിരു കയറ്റുമതിയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 ആണോ, 4 ആണോ, 3 ആണോ, 8 ആണോ? ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ്, 4ാം സ്ഥാനമാണ്. അപ്പോൾ ഇരുമ്പയിരു കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. എങ്ങനെയാണ്? ഇരുമ്പയിരു കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ആണ്. ലോകത്തിൽ ഇരുമ്പയിരു കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 40 മുതൽ 50 ആണോ, 45 to 65 ആണോ, 50 to 60 ആണോ, അതോ ഇവയൊന്നുമല്ല? ഏതാണ് വരിക? ഉത്തരം ഓപ്ഷൻ സി ആണ്, 50 മുതൽ 60% വരെ. എത്രയാണ്? 50 മുതൽ 60% വരെ. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് എന്ത് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ 50 മുതൽ 60% വരെ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ
50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിര് ഖനന മേഖലകളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഇപ്പോൾ ഇരുമ്പയിര് ഖനന മേഖലകളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഒഡീഷ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ സുന്ദർഗഡും മയൂർഭഞ്ചും ഖനന മേഖല എവിടെയാണ്? ഒഡീഷയിലാണ്. ശരിയാണ്. സിഗ്ബം, ദുർഗ്, ജാർഖണ്ഡ്. അതും ശരിയാണ്. അപ്പോൾ ജാർഖണ്ഡിലെ ഖനന മേഖലകൾ ഏതൊക്കെയാണ്? സിഗ്ബവും ദുർഗുമാണ്. മർമഗോവ, ഗോവ. ശരിയാണ്. ജാറ്, കർണാടക. തെറ്റാണ്. ജാറ് എവിടെയാണ്? കർണാടകയിലല്ല, ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയിലെ ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറ് എന്നിവ. സിഗ്ബം, ദുർഗ് എന്നിവ ജാർഖണ്ഡിൽ, മർമഗോവ ഗോവയിൽ, സേലം, നീലഗിരി എന്നിവ തമിഴ്നാട്ടിൽ. അത് നമുക്ക് സുഖമാണ്. ചിക്ക്മംഗ്ലൂർ, ചിത്രദുർഗ എന്നിവ കർണാടകയിലുമാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ അതിൽ തെറ്റ് ജാറ് കർണാടക എന്നുള്ളതാണ്. ജാറ് എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറ് എന്നിവ എവിടെയാണ്? ഒഡീഷയിലാണ്. സിഗ്ബം, ദുർഗ് എന്നിവ ജാർഖണ്ഡിൽ, മർമഗോവ ഗോവയിൽ, സേലം, നീലഗിരി തമിഴ്നാട്ടിൽ, ചിക്ക്മംഗ്ലൂർ, ചിത്രദുർഗ എന്നിവ എവിടെയാണ്? കർണാടക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ശരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവ. അതും ശരിയാണ്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവയാണ്. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഫാക്റ്റുകളൊന്നും നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. അതുപോലെ ഇന്ത്യയിലെ ഇരുമ്പ് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? IISCO, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് VISL, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അഥവാ HSL. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഏകദേശം നമുക്ക് പേരിൽ തന്നെ കിട്ടും. ഓപ്ഷൻ ബി ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ ആണ്. ടിസ്കോ എവിടെയാണ്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ടിസ്കോ ആണ് ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി IISCO എവിടെയാണ്? അത് എന്താണ്? പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അപ്പോൾ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറഞ്ഞാൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോയാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ IISCO ആണ്. അപ്പോൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണിത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? ഇത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ 3 സ്ഥലങ്ങളിലാണ് ISCO സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കുൾട്ടി, ബൺപൂർ, ഹിരാപൂർ. കുൾട്ടി, ബൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ്, പശ്ചിമ ബംഗാളിലെ ഈ സ്ഥലങ്ങളിലാണെന്ത് ISCO സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണെന്ത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് VISL ആണ്. VISL അഥവാ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇതെന്താണ്? ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. VISL അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ്?
കർണാടകയിലെ ഭദ്രാവതിയിലാണ്. എവിടെയാണ്? കർണാടകയിലെ ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെന്ത്? VISL എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായ്, ഛത്തീസ്ഗഡ്. എന്താണ്? ശരിയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഭിലായിൽ 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ എന്ത് ചെയ്തു? ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ HSL അഥവാ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ് എന്ത് ഇതിൻ്റെയൊക്കെ പേര്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും തരാം. HSL ഭിലായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഏതാണ്? ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഭിലായ് ആണ്. ഭിലായ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. വർഷം 1959 നോട്ട് ചെയ്യാം. ഇനി അതേ വർഷം തന്നെ 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് എന്ത്? റൂർക്കേല. ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. അതും ശരിയാണ്. അപ്പോൾ 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഛത്തീസ്ഗഡിലെ ഭിലായിലും ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഒഡീഷയിലെ റൂർക്കേലയിലും എന്ത് ചെയ്തു? ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചു. 1964 അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ, ജാർഖണ്ഡ്. അതെന്താണ്? തെറ്റാണ്. ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ 1964 അമേരിക്കയുടെ അല്ല റഷ്യയുടെ തന്നെ സാങ്കേതിക സഹായത്തോടെയാണ് എന്ത്? ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. അപ്പോൾ എന്താണ്? അമേരിക്കയല്ല റഷ്യയാണ്. അപ്പോൾ അത് തെറ്റാണ്. എവിടെയാണ്? ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ് സ്ഥാപിച്ചത്. 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? UK അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ്. 1962 വർഷം. എവിടെയാണ് ദുർഗാപൂർ എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ നോക്കാം. 1959 2 ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിലവിൽ വന്നു. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഭിലായ്, ഛത്തീസ്ഗഡിലെ ഭിലായിലും അതുപോലെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഒഡീഷയിലെ റൂർക്കേലയിലും 2 ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നു. 1964 വീണ്ടും റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്നതാണെന്ത്? ജാർഖണ്ഡിലെ ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. 1962 UK അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലും എന്ത് ചെയ്തു? ഇരുമ്പുരുക്ക് വ്യവസായശാല നിലവിൽ വന്നു. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അമേരിക്ക എന്നുള്ളത് അമേരിക്കയല്ല. ജാർഖണ്ഡിലെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം എന്ന് പറയുന്നത് ആരാണ്? റഷ്യയാണ്. മാംഗനീസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. മാംഗനീസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ്? മാംഗനീസാണ്. ഇരുമ്പായിരുന്നു നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. അതും എന്താണ്? ശരിയാണ്. ശരിയല്ലാത്ത തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ആദ്യത്തെ പ്രസ്താവന എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. അത് ശരിയാണ്. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്ക് സമീപമായാണ് പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നത്. ശരിയാണ്. ബീഹാറാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റു ഉൽപ്പാദകർ. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിന് മുന്നിൽ ആരാണ്? ബീഹാർ അല്ല. പിന്നെ ആരാണ് മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിന് മുന്നിൽ? ഏത് സംസ്ഥാനം? മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ബീഹാർ അല്ല, ഒഡീഷയാണ്. ഒഡീഷയാണ് എന്ത്? മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. അതുപോലെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയും എന്താണ്? മറ്റു ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിനാണ് എന്ത്? മാംഗനീസ് ഉപയോഗിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ആണെന്ത്? മാംഗനീസ് ഉപയോഗിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ ബീഹാർ അല്ല, ഒഡീഷയാണെന്ത്? മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അതുപോലെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് എന്ത്? മറ്റു പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിനാണ് എന്ത്? മാംഗനീസ് ഉപയോഗിക്കുന്നത്. അപ്പം മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബീഹാർ അല്ല, ഒഡീഷയാണ്. അടുത്ത ചോദ്യം നോക്കാം. ധാതുക്കളും ഉൽപ്പാദക സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. ധാതുക്കളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദക സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക.
സ്വർണം കർണാടക, അത് ശരിയാണ്. നമ്മളിപ്പോൾ KGF ഒക്കെ കണ്ടാൽ നമുക്കറിയാം KGFൻ്റെ പൂർണ്ണരൂപം എന്താണ്, കോളാർ ഗോൾഡ് ഫീൽഡ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പെട്ടെന്നാണ്. സ്വർണം കർണാടക ശരിയാണ്. വെള്ളി രാജസ്ഥാനാണ് ശരിയാണ്. ചെമ്പ് എന്താണ്, ചെമ്പ് ബീഹാർ അല്ല, ചെമ്പ് ബീഹാർ അല്ല. അപ്പോൾ അതെന്താണ്, അത് തെറ്റാണ്. ബോക്സൈറ്റ് എവിടെയാണ്, മധ്യപ്രദേശ് ശരിയാണ്. അബ്രോം ആന്ധ്രാപ്രദേശ് ശരിയാണ്. ഈ പ്രദേശങ്ങളല്ലാതെ വേറെ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും എന്താണ്, സ്വർണ്ണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മുന്നിൽ നിൽക്കുന്നത് കർണാടകയാണ്. വെള്ളിയിൽ രാജസ്ഥാനാണ്. ചെമ്പിൽ ബീഹാർ അല്ല. ബോക്സൈറ്റിൽ മധ്യപ്രദേശാണ്. അബ്രത്തിൽ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത്, തെറ്റായ ജോഡി. ചെമ്പിൽ ബീഹാർ അല്ല. പിന്നെ ഏത് സംസ്ഥാനമാണ് ചെമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്? ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണെന്ത് ചെമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ജാർഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ബീഹാർ അല്ല. അപ്പോൾ സ്വർണം കർണാടക, വെള്ളി രാജസ്ഥാൻ, ചെമ്പ് ഏതാണ്, മധ്യപ്രദേശ് അല്ലെങ്കിൽ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളാണ്. ബോക്സൈറ്റ് മധ്യപ്രദേശാണ്. അബ്രം ആന്ധ്രാപ്രദേശാണ്. അടുത്തത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെയുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ധാതുവാണ് വെള്ളി. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ധാതുവാണ് വെള്ളി. അതെന്താണ്, ശരിയാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ചെമ്പ്. ശരിയാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതുവാണ് ബോക്സൈറ്റ്. അത് തെറ്റാണ്. പിന്നെ ഏതാണ്, അബ്രമാണ്. അപ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതു എന്ന് പറയുന്നത് ബോക്സൈറ്റ് അല്ല, ഏതാണ്, അബ്രമാണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ്. ശരിയാണ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനായിട്ട് എന്ത് ഉണ്ട്, അലുമിനിയം ഉപയോഗിക്കുന്നു. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്, വെള്ളിയാണ്. അപ്പോൾ വെള്ളിയുടെ ഉപയോഗം എന്താണ്, ഇലക്ട്രോപ്ലേറ്റിങ്ങും ഫോട്ടോഗ്രാഫിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ധാതുവാണ് വെള്ളി. വൈദ്യുതോപകരണ അല്ലെങ്കിൽ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്, ചെമ്പാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്, ചെമ്പാണ്. ഇനി വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ തന്നെ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്, അത് ബോക്സൈറ്റ് അല്ലാതെ ഏതാണ്, അബ്രമാണ്. ഏതാണ്, അബ്രം. അലുമിനിയത്തിൻ്റെ അയിരാണെന്ത്, ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നത് ഏതാണ്, അലുമിനിയമാണ്. അപ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതുവാണ് അബ്രം. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൽ തന്നിരിക്കുന്നത് ബോക്സൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അതെന്താണ്, അബ്രമാണ്. അപ്പം മൂന്നാമത്തെ പ്രസ്താവനയാണെന്ത്, ഇതിൽ തെറ്റായ പ്രസ്താവന. അടുത്തത് നോക്കാം. കൽക്കരിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കൽക്കരിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. അപ്പോൾ എന്താണ്, ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവും ഏതാണ്, കൽക്കരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. അതും ശരിയാണ്. അപ്പോൾ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണെന്ത്, ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. അതും ശരിയാണ്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. കൽക്കരിയുടെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ്. അതും എന്താണ്, ശരിയാണ്. ബീഹാറിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ആ പ്രസ്താവന പകുതി തെറ്റാണ്. എന്താണ് അതിലെ തെറ്റ്? ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അത് ശരിയാണ്. പക്ഷേ അത് ബീഹാറിലല്ല, ജാർഖണ്ഡിലാണ്. അപ്പോൾ ജാർഖണ്ഡിലെ ജാറിയാണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ബീഹാറിലല്ല എന്ത്, ജാറിയ, ജാർഖണ്ഡിലാണ് ജാറിയ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്, ലിഗ്നൈറ്റ് ആണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും അതുപോലെ പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കൽക്കരി ഏതാണ്, ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ്. തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന കൽക്കരി ഏതാണ്, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ്. അതുപോലെ എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറഞ്ഞത് ജാർഖണ്ഡിലെ ജാരിയയാണ്. ജാർഖണ്ഡിലെ ജാരിയയാണ്. ബീഹാറിലല്ല ജാരിയ, ജാർഖണ്ഡിലാണ്.
അപ്പോൾ ഇതിലെ 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബീഹാർ എന്നാണ് അതിൽ തന്നിട്ടുള്ളത്, അതാണ് തെറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ്? ജാരിയയാണ്. ഏതാണ് സംസ്ഥാനം? ജാർഖണ്ഡാണ്. ജാരിയ ജാർഖണ്ഡ്. അത് നമുക്ക് അങ്ങനെ തന്നെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഇനി കൽക്കരിയുടെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ്. അപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളാണെന്ത് കൽക്കരിയുടെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. പെട്രോളിയത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പെട്രോളിയത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. നമുക്കറിയുന്ന സിമ്പിൾ കാര്യമാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്കുള്ള മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? പെട്രോളിയം. ശരിയാണ്. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അതും ശരിയാണ്. അപ്പോൾ അസമിലെ ഡിഗ്ബോയിലാണ് എന്ത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? അസമിലെ ഡിഗ്ബോയിലാണ്. എവിടെയാണ്? അസമിലെ ഡിഗ്ബോയ്. അപ്പോൾ അതും ശരിയാണ്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അതും എന്താണ്? ശരിയാണ്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത്. അസമിലെ ദിഗ്ബോയിൽ നിന്നാണ്. ഗുജറാത്തിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഗുജറാത്തിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അതെന്താണ്? അതും ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. പകുതി തെറ്റാണ്. മുംബൈ ഹൈ ആണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പക്ഷേ അത് ഗുജറാത്തിലല്ല, മഹാരാഷ്ട്രയിലാണ്. നമുക്ക് പേരിൽ തന്നെ കിട്ടും, സിമ്പിളാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണെന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. മുംബൈ ഹൈ ആണെന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. മുംബൈ ഹൈ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇതിൽ ഗുജറാത്ത് എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. മഹാരാഷ്ട്രയിലാണെന്ത്? മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്ന സ്ഥലമാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ വെറും പ്രകൃതിവാതക നിക്ഷേപം മാത്രമായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളാണെന്ത്? ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ എന്താണ്? പ്രകൃതിവാതക നിക്ഷേപം മാത്രമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രകൃതിവാതക നിക്ഷേപം മാത്രമായി കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തീരങ്ങളിലാണ്. അടുത്ത പ്രസ്താവന നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആണവധാതുക്കളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഇതുവരെ നമ്മൾ തെറ്റായതാണ് പറഞ്ഞതെങ്കിൽ ഇതെന്താണ്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. എന്തിനെക്കുറിച്ച്? ആണവധാതുക്കളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. എന്താണ്? ശരിയാണ്. യുറേനിയവും തോറിയവുമാണെന്ത്? പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപമുണ്ട്. അതും ശരിയാണ്. അപ്പോൾ സമ്പന്നമായ യുറേനിയം നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ. അപ്പോൾ യുറേനിയം, തോറിയം എന്നിവയാണെന്ത്? പ്രധാന ആണവധാതുക്കൾ. അതുപോലെ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണെന്ത്? സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങൾ ഉള്ളത്. ഇന്ത്യയിൽ സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണസൈറ്റ്, ഇൽമൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കേരള തീരത്ത് കാണപ്പെടുന്ന ആണവധാതു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോണസൈറ്റ് അല്ലെങ്കിൽ ഇൽമെനൈറ്റ്. അപ്പോൾ മോണസൈറ്റ്, ഇൽമെനൈറ്റ് എന്നിവ തുടങ്ങിയ ആണവധാതുക്കളാണെന്ത്? കേരള തീരങ്ങളിൽ കാണപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്തുണ്ട്? തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ കാണപ്പെടുന്ന മോണസൈറ്റ്, ഇൽമെനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഒരു പ്രസ്താവനയും തെറ്റില്ല. എല്ലാം ശരി എന്നാണ് ഉത്തരം വരും. അപ്പോൾ ഫാക്റ്റുകൾ നോക്കാം. യുറേനിയം, തോറിയം എന്നിവയാണെന്ത്? പ്രധാന ആണവധാതുക്കൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ആണവധാതുക്കളുടെ അല്ലെങ്കിൽ നിക്ഷേപം കൊണ്ട് സമ്പന്നമായ സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? യുറേനിയത്തിൻ്റെ നിക്ഷേപം കൊണ്ട് സമ്പന്നമായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. അതുപോലെ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ കാണപ്പെടുന്ന ആണവധാതു ഏതാണെന്ന് ചോദിച്ചാൽ മോണസൈറ്റ്, ഇൽമൈറ്റ് എന്നിവയാണ്. ഈ മോണസൈറ്റിൽ നിന്നും ഇൽമൈറ്റിൽ നിന്നും എന്താണ്? യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ മോണസൈറ്റ്
അതുപോലെ ഇൽമനൈറ്റ് എന്നീ ധാതുക്കളാണ് എന്ത് കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ചത്. കേരള തീരങ്ങളിൽ കാണപ്പെടുന്ന ആണവധാതു ഏതാണെന്ന് ചോദിച്ചത്. മോണസൈറ്റ് എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉത്തരം മോണസൈറ്റ്, ഇൽമേറ്റ് ഏത് തന്നാലും അത് കൊടുക്കാം. ഇനി ഇതിൽ നിന്നാണ് എന്ത് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇനി തോറിയം എന്ന ഓപ്ഷനിൽ വന്നാൽ നമുക്ക് അതും കൊടുക്കാം. ഏതും നമുക്ക് കൊടുക്കാം. നമ്മളെ യുക്തിക്കനുസരിച്ച് ഓപ്ഷനെ നോക്കിയിട്ടാണ് എന്ത് ഇതിനൊക്കെ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഇതിലെ പല ആണവോർജ്ജ നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രത്യേകം ഒന്നും എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. താരാപൂർ മഹാരാഷ്ട്ര. എന്താണ്? താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്, ശരിയാണ്. റാവത്ത് ബട്ട രാജസ്ഥാൻ, ശരിയാണ്. അപ്പോൾ റാവത്ത് ബട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്, ശരിയാണ്. കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്. അത് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഫാക്റ്റാണ്. കൽപ്പാക്കവും കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കാക്രപ്പാറ ബംഗാൾ, അത് തെറ്റാണ്. കാക്രപ്പാറ ബംഗാളിലല്ല, പിന്നെ എവിടെയാണ്? ഗുജറാത്തിലാണ്. കാക്രപ്പാറ ആണവ നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ്. കൈഗ കർണാടക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഖാദി ബോർഡ് പ്രിലിംസിലെ. കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടക. അത് കൈക്ക, അങ്ങനെ കൈഗ അതിൽ തന്നെ ഉണ്ടല്ലോ, കൈക്ക അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പോൾ കൈക്ക എന്ന് പറയുമ്പോൾ കർണാടക, ശരിയാണ്. നറോറ ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിൽ, റാവത്ത് ബട്ട ആണവ നിലയം രാജസ്ഥാനിൽ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കാക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്. ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് തവണ റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയാണെന്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിൽ, റാവത്ത് ബട്ട ആണവ നിലയം രാജസ്ഥാനിൽ, കൽപ്പാക്കം കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിൽ, കാക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ, കൈഗ ആണവ നിലയം കർണാടകയിൽ, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ. അപ്പോൾ പ്രധാന ഭാഗമാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡായി പറയുന്നത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്, ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. ഊർജ്ജ സ്രോതസ്സുകളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുകയാണ്. ഊർജ്ജ സ്രോതസ്സുകൾ നമുക്കറിയാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ ഇങ്ങനെ രണ്ട് വിധത്തിലാണ്. അപ്പോൾ അവയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. പ്രസ്താവന എന്താണ്? ശരിയാണ്. പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണെന്ത്? പാരമ്പര്യ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്, ശരിയാണ്. പാരമ്പര്യ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ, അതും ശരിയാണ്. പാരമ്പര്യ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ, അതും ശരിയാണ്. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതുമായവയാണ് പാരമ്പര്യ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഊർജ്ജ സ്രോതസ്സുകളാണെന്ത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം എന്നിവ ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത് ഇത് എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. ചിലത് ജോഡി തന്നിട്ടും തെറ്റായത് തിരഞ്ഞെടുക്കാനും ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ച റിപ്പീറ്റഡ് ഒരു ഭാഗമാണ് എന്ത് ഊർജ്ജ സ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള ഭാഗം. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പെട്രോളിയവും കൽക്കരിയാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം പെട്രോളിയം, കൽക്കരിയാണ്. കാരണം എന്താണ്? അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നുകൊണ്ടിരിക്കും, അത് പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയില്ല. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യും, ചെലവ് വളരെ കുറവുമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സൗരോർജ്ജം, അതായത് നമ്മുടെ സൂര്യപ്രകാശം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം,
അതുപോലെ തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, അതുപോലെ ജൈവവാതകം. ഇനി തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞമാണ് കേട്ടോ. അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 20 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി മറ്റൊരു 20 ചോദ്യങ്ങളും ഏകദേശം 20ൻ്റെ അടുത്ത് ചോദ്യങ്ങളും ചർച്ച ചെയ്താൽ ഈ ഒരു 8ാമത്തെ അധ്യായം അവസാനിക്കും. അതോടുകൂടി നമുക്ക് എന്താണ് SCERTയിലെ ഇന്ത്യ ഭൂമിശാസ്ത്രം അനുഭവമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചാപ്റ്ററും അവസാനിക്കും. ഇനി നമുക്ക് NCERTയിലെ 1-2 ചാപ്റ്ററും കൂടി നോക്കിയിട്ട് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.